പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ മക്കളില്ലാത്തവർ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ആശുപത്രി കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരെയും കർത്താവ് ഇന്നെങ്കിലും 10 പൈസ കിട്ടുക ഈശോയെ, കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട്. കന്യൻ്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയവരുണ്ട്. അത് തിരക്കി പോകുന്നവരും ചോദിക്കാൻ പോകുന്നവരുണ്ട്. അപ്പം അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവ് കൊച്ചു തോബിയാസിനെ നീ വിട്ടില്ലേ, കടങ്ങൾ തിരിച്ചു കിട്ടി മേടിക്കാൻ വേണ്ടി. അതുപോലെ അന്ന് റാഫേൽ മാലാഖനെ നീ കൂടെ വിട്ടില്ലേ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വിട്ട മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ പരിശുദ്ധമേ നീ കൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. കർത്താവേ, ജീവിതമാർഗം മുട്ടിപ്പോയവരുണ്ട്.
വീട് സ്ഥലവും ഇല്ലാത്തവരുണ്ട്, വിവാഹം ഒത്തുവരാത്തവരുണ്ട്, മക്കൾ ദുർനടപ്പിൽ പോയിട്ട് വേദനിക്കുന്നവരുണ്ട്. എല്ലാ മേഖലകളിലും എന്തെല്ലാം വേദന നീ അനുഭവിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഈ ദിവസം കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവ് ആശീർവദിക്കട്ടെ. നീ ഒപ്പിടുന്ന രേഖകളെ കർത്താവ് ആശീർവദിക്കട്ടെ. നീ ലോൺ എടുക്കാൻ പോവുകയോ സാമ്പത്തിക വിഷയങ്ങൾ സംസാരിക്കാൻ പോവുകയോ ചെയ്യുന്ന ഇടങ്ങളിൽ കർത്താവ് നിനക്ക് തുണ വരട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇനി ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലാ ഇടങ്ങളിലും നിൻ്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കുവാമേ. എൻ്റെ മക്കളെ, പിന്നെ നമ്മൾ കോൾ ടു ഇൻറ്റിമസി എന്നുള്ള ജനറൽ ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ ഈ ഇൻറ്റിമസി എങ്ങനെ കർത്താവുമായിട്ടുള്ള വർദ്ധിപ്പിക്കാൻ പറ്റും, അതിന് അനുദിന അനുഭവങ്ങളെയും സംഭവങ്ങളെയും എങ്ങനെ അതിനുവേണ്ടി അർത്ഥവത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ രാവിലെ ഈ ആഴ്ചകളെല്ലാം ഈ ദിവസങ്ങളെല്ലാം ചിന്തിച്ചത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ദൈവത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തെ ബോധ്യപ്പെടുത്തണം. ബോധ്യപ്പെടുത്തുന്ന വെച്ചാൽ അത് ക്ലേശകാലങ്ങളെ സുവിശേഷ വിഹിതമായി കൈകാര്യം ചെയ്യണം. ക്ലേശകാലങ്ങൾ നമ്മളെ നിലനിർത്തണത്, നിത്യമായി നിലനിർത്തണമെല്ലാം ക്ലേശകാലങ്ങളായിരിക്കുകയും. ഇപ്പം നമ്മൾ ഈ മഴയും തോരാതിരുന്നിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടത്തില്ലേ. അപ്പം മഴ തോരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, എപ്പോഴും തോരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ മഴക്കാലമാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 80കളിലൊക്കെ കേരളം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും കേരളം മരുഭൂമിയായി കാണുന്നത് 80കളിലാണ്. കാര്യം മഴയില്ലായിരുന്നു 80കളിൽ മഴയില്ലായിരുന്നു. ഏതാണ്ട് ഒരു മാസം എത്തിച്ച് എന്താ പെയ്ത് മാറ്റി. പക്ഷേ നമ്മുടെ തെങ്ങുകളുടെ അണ്ടമെല്ലാം തെറിച്ചു പോയി. അതിനുശേഷമാണ് പിന്നെ മണ്ടരി വന്നത്. മഴയില്ലാഞ്ഞ കാലത്തിന് ശേഷം തെങ്ങിൻ്റെ അണ്ടമെല്ലാം തെറിച്ചു പോയി. കാര്യം തെങ്ങെന്ന് പറയുന്നത് പ്രത്യേകം വാട്ടർ റീഡ്സ് ഉള്ള സാധനമാണ്. വെള്ളം കൊണ്ടാണ് ജീവിക്കുന്നത് തെങ്ങും വാഴയൊക്കെ. അപ്പോൾ ആ ദിവസം ആ കൊല്ലം മഴയില്ലാഞ്ഞ കാരണം തെങ്ങിൻ്റെ അണ്ടങ്ങളെല്ലാം തലതെറിച്ചു പോയി. പിന്നെ അത് വെള്ളമൊക്കെ കിട്ടി വളർന്നു വന്നപ്പോൾ അതിൻ്റെ പ്രതിരോധ ശേഷി പോയി. അങ്ങനെയാണ് മണ്ടരി വന്നത്. 84-85 കാലഘട്ടങ്ങളിലാണ് പിന്നെ മണ്ടരി രോഗം വന്നത്. അപ്പോൾ ഈ വരൾച്ചയുമായിട്ട് മഴയുമായിട്ട് ഒക്കെ ബന്ധമുള്ളതാണ്. പക്ഷെ അങ്ങനൊരു പഠനമൊന്നും നടന്നിട്ടില്ല. നടക്കേണ്ടതായിരുന്നെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ മഴ, അതുപോലെ തന്നെ ആധ്യാത്മിക ജീവിതത്തിലും മഴക്കാലം എന്ന് പറയുന്ന ക്ലേശകാലമില്ലേ, അതാണ് പ്രതിരോധം തരണം നമുക്ക്. മഴക്കാലം ഇല്ലാതെ വേനൽക്കാലം മാത്രമായപ്പോൾ പിന്നീട് അതിജീവിച്ചു വന്നപ്പോൾ മണ്ടരിയായിപ്പോയില്ലേ, പ്രതിരോധം പോയി. ചെറിയ വണ്ടികൾക്ക് വരെ വെള്ളക്കാലത്ത് കയറി അതിനെ നശിപ്പിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ ക്ലേശകാലങ്ങളിലുള്ളവർക്ക് ഇവിടെ വരുന്നവർക്ക് ഉണ്ടാകുന്നതിന് അത് ഒരു പ്രതിരോധം ഉണ്ടാകും. പ്രതിരോധം എന്ന് പറയുന്നത് ലോകപ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കഴിവുണ്ടാകും. ആ ക്ലേശകാലങ്ങളാണ്. പക്ഷേ ക്ലേശകാലങ്ങളെ നമ്മൾ സുവിശേഷ വിഹിതമായി ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. സുവിശേഷ വിഹിതമായി ഉപയോഗിക്കണം. അപ്പോൾ എന്നിട്ട് നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ദൈവത്തെ, അത് ക്ലേശകാലങ്ങളെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഓഡിറ്റ് ചെയ്തത്, അക്കൗണ്ട് ചെയ്തത്, ക്ലേശകാലങ്ങളിൽ എന്ത് നേട്ടം നമ്മൾ ഉണ്ടാക്കിയെന്നുള്ളത്. ക്ലേശകാലങ്ങളിൽ നേട്ടം മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ആധ്യാത്മിക ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ക്ലേശകാലങ്ങളിൽ കോട്ട ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ബ്രാൻഡഡ് ആകും. ക്ലേശകാലങ്ങളിൽ നേട്ടമേ ഉണ്ടാക്കാൻ പറ്റും, ആധ്യാത്മിക ജീവിതത്തിൽ നേട്ടമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈശോ പറയണത്, അവൻ തീവ്രവേദന മുഴുകി, പക്ഷെ എന്ത് ചെയ്ത് അവൻ പ്രാർത്ഥന കുറച്ചെന്നല്ല പറയണത്, അവൻ കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ലൂക്ക 22:44 അവൻ തീവ്രവേദനയിൽ മുഴുകി. അങ്ങണ്ട ക്ലേശകാലം
അവൻ തീവ്രവേദനയും മുഴുകി. കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അതാണ് പ്രശ്നം. ഇപ്പൊ ദൈവത്തിന്റെ മനസ്സിരിപ്പും ചെയ്യേണ്ട കാര്യങ്ങൾ ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ദെയർ. ഒരു തീവ്രവേദന വന്നാൽ എന്ത് ചെയ്യും? ജോലി നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? ഭാര്യയ്ക്ക് അസുഖം വന്നാൽ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളില്ലാതെ വന്നാൽ എന്ത് ചെയ്യും? വീട്ടിലെ സാമ്പത്തിക കടം എന്തായാലും എന്ത് ചെയ്യും? അപ്പോൾ എന്താ സാധാരണ ആൾക്കാർ ചെയ്യണത്? അതുകൊണ്ട് തന്നെ അവർ കുർബാന മുടക്കും, പ്രാർത്ഥന മുടക്കും. അങ്ങനെയല്ലേ ആൾക്കാർ ചെയ്യണത്? അതാണ് ഈ ഓഡിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അതായത് 90% ആൾക്കാരും കർത്താവിൻ്റെ പുസ്തകത്തിൻ്റെ പേര് വെട്ടിക്കളണം ഈ കാലത്താണ്. പക്ഷേ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഇൻസ്ട്രക്ഷൻ, നമുക്ക് തന്നിരിക്കണ സ്റ്റാൻഡ് ബൈ ഇൻസ്ട്രക്ഷൻ ഇല്ലേ, എന്താണ്? തീവ്രവേദന മുഴുകുമ്പോൾ കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കണം. അപ്പം അതിനകത്ത് ഒരു പോയിന്റെങ്കിലും തീക്ഷ്ണത കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ബ്രാൻഡഡ് ആവും. കോൾ ടു ഇൻറ്റിമസി എന്ന് പറഞ്ഞ വലിയ സബ്ജക്റ്റിൻ്റെ ഓരോ ഭാഗങ്ങളാണ് അച്ഛൻ പറയണത്. ഇത് വേഗം പുസ്തകമൊക്കെ പറഞ്ഞതല്ല, എൻ്റെ ജീവിതത്തിൽ നിന്നും എൻ്റെ ആലോചനയിലും പ്രാർത്ഥനയിലും കർത്താവ് എനിക്ക് വെളിവാക്കി തന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ദൈവത്തിന് ഒരു സ്റ്റാൻഡേർഡുണ്ട്. തീവ്രവേദന വന്നാൽ ദൈവത്തിൻ്റെ നിർമ്മലൻ എന്താ ചെയ്യേണ്ടത്, ദൈവത്തിൻ്റെ ദാസൻ എന്താണ് ചെയ്യേണ്ടത്? അവൻ കൂടെ തീക്ഷ്ണമായി പ്രാർത്ഥിക്കണം. എന്തെങ്കിലും തരത്തിൽ തീക്ഷ്ണത കുറഞ്ഞു പോയാൽ അപ്പം തന്നെ അത് ബ്രാൻഡഡ് ആകും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ തീവ്രവേദന കാലം എന്ന് പറയുന്നത് തന്നെ ഈ വിഷയം നമ്മൾ കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ആധ്യാത്മിക പോഷണത്തിൻ്റെ റെക്കോർഡ് ഉണ്ടാക്കുന്ന ഒരു കാലമാണ്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അവിടെ എപ്പോഴും ഒന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ തീവ്രവേദന കാലം ഉണ്ടായാൽ, തീവ്രവേദനയുടെ കാലമുണ്ടായാൽ അല്പം പോലും വിശ്വാസം കുറയാതെ, അല്പം പോലും പ്രാർത്ഥനയുടെ എരിവ് കുറയാതെ, പ്രാർത്ഥിക്കാൻ, കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ അങ്ങേപോലെ എന്നെ സഹായിക്കണമേ. എല്ലാവർക്കും ആരാധനയ്ക്കായി പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും അങ്ങേക്ക് ആരാധന. സ്തുതികട
സ്തുതികളെ ഹല്ലേലൂയ ഹല്ലേലൂയ രണ്ട് കരങ്ങളുടെ സ്തുതികളെ ഹല്ലേലൂയ യേശുവേ സ്തുതികളെ ഹല്ലേലൂയ സ്തുതികളെ ശക്തിയോടെ സ്തുതികളെ ആദരവോടെ സ്തുതികളെ ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ നന്ദി യേശുവേ മഹത്വം ഹല്ലേലൂയ സ്തുതിക്കുന്നു ഹല്ലേലൂയ 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 ദൈവപിതാവേ സ്നേഹനാഥനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൈയടിച്ച് പാടാം. ദൈവപിതാവേ സ്നേഹനാഥനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ശക്തിയോടെ പാടാം. പരിശുദ്ധാത്മാവേ ജീവാത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൈകൾ വീശി ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ 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 ആമേൻ. കൈകളടിച്ച് പാടാം. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ ആമേൻ യേശുനാഥാ. ശക്തിയോടെ ആമേൻ ആമേൻ ദൈവപുത്രാ ആമേൻ ആമേൻ സർവശക്താ നിത്യപിതാവേ. ശക്തിയോടെ ആമേൻ ആമേൻ യേശുനാഥാ ആമേൻ ആമേൻ ദൈവപുത്രാ ആമേൻ ആമേൻ സർവശക്താ നിത്യപിതാവേ. സ്തുതികളെ ഹല്ലേലൂയ 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 സ്തുതികളെ ശക്തിയോടെ സ്തുതികളെ ഹല്ലേലൂയ 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 സ്തുതികളെ ശക്തിയോടെ സ്തുതികളെ ഹല്ലേലൂയ അതരങ്ങൾ തുറന്ന സ്തുതികളെ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ ഹല്ലേലൂയ സ്തുതിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനായി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനായി ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനായി നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്കൊരുമിച്ച് ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, 2024 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന
കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധയമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമ്മുടെ എല്ലാ അപേക്ഷകളും ആവശ്യങ്ങളും കൃപാസന മാതാവിന്റെ തിരുനടയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബി.പി. ജോസഫ് അച്ഛൻ്റെ മിഷൻ നിയോഗങ്ങളെ പരിശുദ്ധമ്മയുടെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൂരദേശങ്ങളിലായിരിക്കുന്നവർ, ഓൺലൈനിൽ ഈ നിമിഷങ്ങളിൽ ഈ ആരാധനയിൽ പങ്കുചേരുന്നവർ, നാളിതുവരെ ഉടമ്പടിയെടുത്ത് പരിശുദ്ധമ്മയ്ക്ക് തങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ച് ജീവിതത്തിൻ്റെ കഷ്ടനഷ്ടങ്ങളിലും സങ്കടങ്ങളിലും ശരണപ്പെട്ട് പ്രാർത്ഥിച്ച എല്ലാവരെയും, എല്ലാ മധ്യസ്ഥ പ്രാർത്ഥന ജപമാല സഖ്യങ്ങളെയും പരിശുദ്ധമ്മയുടെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏതൊക്കെ സങ്കടങ്ങൾ, ദുഃഖദുരിതങ്ങൾ, ജീവിത പ്രശ്നങ്ങൾ അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് ഈ നിമിഷങ്ങളിൽ സമർപ്പിക്കുന്നുവോ, ഈശോ ഏറ്റെടുത്ത് ആശീർവദിക്കുവാൻ വേണ്ടി നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്കൊരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തുതി കർത്താവേ, ആരാധന മഹത്വം കർത്താവേ, നന്ദി കർത്താവേ, സ്തുതി ആരാധന മഹത്വം കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന മഹത്വം കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന ആരാധന കർത്താവേ, മഹത്വം കർത്താവേ, സ്തുതി കർത്താവേ. അവിടുത്തെ ദിവ്യമായ സാന്നിധ്യം, അവിടുത്തെ ശക്തി, അവിടുത്തെ നിരന്തരമായ സംരക്ഷണം ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കൃപയാൽ അവിടുന്ന് വർഷിച്ച് ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് അമ്മ മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ കൃപയാൽ ആശീർവദിച്ച് അനുഗ്രഹിച്ച് രോഗങ്ങൾക്ക് സൗഖ്യവും ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരവും ജീവിത ദുഃഖ ദുരിതങ്ങൾക്ക് ആശ്വാസവും നൽകി ഏതൊക്കെ നിയോഗങ്ങൾ ഈ നിമിഷങ്ങളിൽ മക്കൾ ഓരോരുത്തരും സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നുവോ അവയുടെ മേൽ കർത്താവേ, രക്ഷിതനായ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി രക്തം ചുറ്റി അവിടുന്ന് ആണിപ്പഴുതാണെന്ന് പരിധികരത്താൽ ആശീർവദിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് സ്വന്തമാക്കി സ്വീകരിക്കുകയും കണ്ണീരൊപ്പി സ്നേഹത്തിൽ കരുതലിൽ ഓരോ നിമിഷവും പരിപാലിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി കർത്താവേ, ആരാധന ആരാധന മഹത്വം കർത്താവേ, സ്തുതി ആരാധന. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 2-ാം തിരുവചനം. കർത്താവ് വളർത്തിയ ശാഖ മനോഹരവും മഹനീയവുമായിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 2-ാം തിരുവചനം. കർത്താവ് വളർത്തിയ ശാഖ മനോഹരവും മഹനീയവുമായിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ ഈ തിരുവൾത്താരയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ കൃതജ്ഞതയുടെ നന്ദിയുടെ കുപ്പകരവുമായി നാം ഓരോരുത്തരും നിൽക്കുകയാണ്. 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ദിവ്യകാരുണ്യ ആരാധനാ മധ്യേ ജോസഫ് അച്ഛന് ഈ അൾത്താരയിൽ പരിശുദ്ധമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ദുരന്തങ്ങൾ വരുന്നു, പ്രാർത്ഥിക്കണം എന്ന സന്ദേശം കൈമാറുകയും
2015 ആ പ്രാർത്ഥനാ ഒരുക്കങ്ങൾക്ക് ശേഷം പരിശുദ്ധമ്മ പ്രത്യേകമാംവിധം അനുഗ്രഹിച്ച് നൽകിയ പുതിയ കൃപാവര പദ്ധതി മരിയൻ ഉടമ്പടിയിലൂടെ ഇക്കഴിഞ്ഞ 10 വർഷത്തോളം അമ്മയുടെ മാധ്യസ്ഥം തേടി ഈശോയുടെ അനുഗ്രഹം തേടി ഈ ആലയത്തിലേക്ക് വന്നെത്തുകയും ഉടമ്പടി എടുത്ത് ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്ത മക്കൾ വലിയ സന്തോഷത്തോടെ, ദൈവസ്നേഹത്തോടെ, ദൈവവിശ്വാസത്തിലേക്ക് വളർന്നതിൻ്റെ സ്മരണയിൽ നാം ഈ ദിവസങ്ങൾ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അനുസ്മരണം, അതിൻ്റെ നന്ദി അമ്മ മാതാവിനും ഈശോയ്ക്കും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഇത് കൃതജ്ഞതയുടെ പ്രാർത്ഥനയാണ്. നമുക്കറിയാം 20 ലക്ഷത്തിലേറെ മക്കൾ ഈ 10 വർഷം കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് അവരെ തന്നെ, അവരുടെ ആത്മാക്കളെ ഈശോയ്ക്ക് സമർപ്പിച്ച് നവജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ, ദൈവാനുഭവത്തിൽ ജീവിക്കുവാൻ അമ്മ മാതാവ് സഹായിച്ചു. ചെറിയ കാര്യമല്ലത്. നമ്മുടെ കൃപാസനം ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ നോക്കുമ്പോൾ നമുക്കറിയാം 52 കോടി മക്കൾ ആ ചാനൽ സന്ദർശിച്ച് ഉടമ്പടി ധ്യാനം കൂടുന്നതിന്, ഡെയിലി ബ്രെഡ് കൂടുന്നതിന്, സായാഹ്ന പ്രാർത്ഥന കൂടുന്നതിന്, സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിന്, അവരുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ മുഴുവനും അതിൽ കമൻറ്റുകളായി എഴുതിയിട്ടുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥന കൊടുത്ത് ജീവിതത്തെ നവീകരിക്കുന്നത് നമുക്ക് കാണാനാവും. ഇത് ചെറിയ പ്രവൃത്തിയല്ല, കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയാണ്. കർത്താവ് വളർത്തിയ ശാഖ അത് മനോഹരവും മഹനീയവുമായിരിക്കുന്നു. യെശയ്യാ 4:2 നമ്മൾ മരിയൻ ഉടമ്പടിയെ കർത്താവ് ഈ കാലഘട്ടത്തിൽ അനുതാപത്തിനു വേണ്ടി, ദൈവത്തിനു വേണ്ടി ഒരു ജനതയെ രൂപപ്പെടുത്തുവാനായി പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിലൂടെ നമുക്ക് മരിയൻ ഉടമ്പടി കൈമാറിക്കൊണ്ട് പ്രത്യേകമായി അരുളി ചെയ്തു. ഇത് ആരൊക്കെ ദുഃഖ ദുരിതങ്ങളിലാണോ ആ ദുഃഖ ദുരിതങ്ങളിലുള്ളവർക്ക് ആശ്രയിക്കുവാനൊരിടം, എങ്ങും പരിഹരിക്കപ്പെടാത്ത ജീവിത വിഷയങ്ങൾക്ക് പരിഹരിക്കുവാനൊരിടം, അതിനെൻ്റെ അമ്മയുടെ ശക്തമായ സജീവമായ സാന്നിധ്യം ഞാനിതാ ഈ പ്രത്യക്ഷീകരണത്തിലൂടെ ഈ ആലയത്തിലേക്ക്, അമ്മയെ തേടി വരുന്നവരിലേക്ക്, ലോകത്തിൽ എവിടെ ഇരുന്ന് അമ്മയുടെ സന്നിധിയിലേക്ക് പ്രാർത്ഥന കൊടുക്കുന്നവരിലേക്ക് കൈമാറുകയാണ്. അതിൻ്റെ നന്ദിയാണ് ഈ ദിവസങ്ങളിലൊക്കെയും നമ്മൾ ദൈവത്തോട് പറയുന്നത്. ദൈവമേ, അങ്ങനെ ഞങ്ങളുടെ എളിയ ജീവിതങ്ങളെ അവിടുന്ന് കണ്ടതിനൊരായിരം നന്ദി. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിലൂടെ പുതിയൊരു കൃപാവര പദ്ധതി ലോകത്തിന് നൽകിയതിന് ഈശോയ്ക്കൊരായിരം നന്ദി. ഈശോയെ, നീ ഇടപെട്ടുകൊണ്ട് അന്ന് ഗലീലയുടെ കടൽ തീരങ്ങളിലൂടെ കടന്നുപോയി തേടി വന്ന് ഓരോരുത്തർക്കും ആശീർവാദം കൊടുത്ത് സൗഖ്യം നൽകി, ആത്മാവിനെ വീണ്ടും നൽകി, സമൂഹത്തോട് കൂട്ടിച്ചേർത്ത് ജീവിതത്തിന് പുതിയ പ്രതീക്ഷ നൽകി അങ്ങ് കടന്നുപോയി അതേ കാലത്തിലൂടെ ഇന്ന് ഈ 2025 ഈ 2015 മുതലുള്ള ഈ 10 വർഷക്കാലം പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിലൂടെ തേടി വന്നവരുടെ കണ്ണീരൊപ്പി, തേടി വന്നവരുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിച്ച് അസാധ്യമെന്ന് കരുതിയത്, അവസാനിച്ചുവെന്ന് കരുതിയത്, ഇനി ഒരിക്കലും രക്ഷയില്ലെന്ന് കരുതിയത് അത്ഭുതകരമാവിധം എൻ്റെ കർത്താവേ നീ ഏറ്റെടുക്കുകയും അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നീ തുണയായതിന്, അനുഗ്രഹിച്ചതിന് 1000 നന്ദി എന്ന്. പ്രിയമുള്ളവരെ, മർക്കോസിന്റെ സുവിശേഷം 3:13 നമ്മൾ വായിക്കുന്നുണ്ട്, തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു, അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. മർക്കോസ് 3:13 തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു, അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദിമ ശിഷ്യരെ വിളിക്കുമ്പോൾ അതിനെ കൊടുത്തിരിക്കുന്നൊരു വചനമാണ്, തനിക്കിഷ്ടമുള്ളവരെ അവൻ അടുത്തേക്ക് വിളിച്ചു. നമുക്കറിയാം, ലോകത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും എത്ര ദൂരെയാണെങ്കിലും ഈ അമ്മ മാതാവ് ഈ ആലയത്തിലേക്ക് തനിക്കിഷ്ടമുള്ളവരെ വിളിച്ചുകൊണ്ട് വരികയാണ്. ഓർക്കണം, ആദിമ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ അവർക്ക് ശരിക്കും നിശ്ചയമില്ല, എന്തിനാണ് ഈ വിളി, എന്തിനാണ് അവനെ അനുഗമിക്കുന്നത്, എന്താ ഇതിൻ്റെയൊക്കെ ആ പരിണിത ഫലങ്ങൾ ഒന്നും അറിയില്ല. എങ്കിലും അവർ അവനെ അനുഗമിച്ചുവെന്ന് വചനം സാക്ഷ്യപ്പെടുത്തും. ഇവിടെയോ ആർക്കൊക്കെ ദുഃഖങ്ങളുണ്ടോ, ആർക്കൊക്കെ ദുരിതങ്ങളുണ്ടോ, ആരൊക്കെ പരാജയപ്പെട്ടു പോയോ, ആരൊക്കെ ഒറ്റപ്പെട്ടു പോയോ,
ആർക്കൊക്കെ ഒന്നും ഇനി ചെയ്യുവാൻ ആവില്ലാത്ത വിധം എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളായോ, അവരെയാണ് ഈശോ അമ്മ മാതാവ് ഈ ആലയത്തിലേക്ക് വിളിക്കുന്നത്. അതുകൊണ്ടാണ് കൃപാസനത്തിൽ ആർക്കും വെറുതെ അങ്ങ് വരാൻ പറ്റില്ലെന്ന് പറയുന്നത്. കാരണം ഇതൊരു ദൈവവിളിയാണ്. ജീവിത ദുഃഖ ദുരിതങ്ങളിലുള്ളവർക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയുടെ പേരാണ് മരിയൻ ഉടമ്പടി. ജീവിത ദുഃഖ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയുടെ പേരാണ് മരിയൻ ഉടമ്പടി. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അമ്മ മാതാവ് ആഗ്രഹിച്ച് കൂട്ടിക്കൊണ്ട് ഈ ആലയത്തിലേക്ക് വരികയാണ്. അമ്മ മാതാവ് ആഗ്രഹിച്ച് ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന തിരുക്കുമാരന് നമ്മളെ കൊടുക്കുകയാണ്. എന്തിനാ കൊടുക്കുന്നേ? ഇവന് കണ്ണീരുണ്ട്, ഇവന് സങ്കടങ്ങളുണ്ട്, ഇവന്റെ ജീവിതം തകർന്നിരിക്കുകയാണ്. ഈ ജീവിതത്തെ എൻ്റെ മകനെ നീ ഏറ്റെടുത്ത് ഈ ജീവിതങ്ങളെ ഒന്ന് കാണണമേ, ഈ ജീവിതങ്ങളെ ഒന്ന് കാണണമേ. പ്രിയമുള്ളവരെ, ഈശോയുടെ അരികിൽ ഈ ആരാധനയിൽ ഇരിക്കുമ്പോൾ നമുക്കതേ പറയാനുള്ളൂ. എൻ്റെ കർത്താവേ, ഞാൻ നിന്റെ വിളി സ്വീകരിച്ച് എൻ്റെ ദുരിതങ്ങളുമായി, എൻ്റെ കുരിശുകളുമായി, എൻ്റെ ജീവിതത്തിൻ്റെ ഭാണ്ഡക്കെട്ടുമായി ഇതാ നിന്റെ ആലയത്തിലേക്ക് ഉടമ്പടി എടുത്ത്, ഉടമ്പടി പുതുക്കി, ഉടമ്പടി ജീവിച്ച് ഓരോ ദിവസവും പോകുമ്പോൾ എന്നെ നീ കൈവിടല്ലേ, എന്നെ നീ കൈവിടല്ലേ. നമുക്കറിയാം, ലൂക്കയുടെ സുവിശേഷം 1:37 നാം കാണുന്നുണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അമ്മ മാതാവിൻ്റെ തിരുമൊഴികളാണത്. ദൈവദൂതൻ വന്ന് വലിയ കാര്യങ്ങൾ അമ്മയോട് പറയുമ്പോൾ അമ്മ പറയുന്നത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ലൂക്ക 1:37. എന്താ ഇത്? ഈശോ നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ജീവിത ദുഃഖ ദുരിതങ്ങളുമായി ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവൻ്റെ വാക്ക് നമ്മുടെ ജീവിതത്തിൽ നിറവേറണം. അവൻ്റെ വാക്ക് നമ്മുടെ ജീവിതത്തിൽ നിറവേറണം. പ്രിയമുള്ളവരെ, വചനം ദൈവമാണ്, വചനം സ്നേഹമാണ്. വചനം നമ്മളെ ഓരോരുത്തരെയും ആന്തരികമായി നവീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ കൃപയും ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്രിസ്തുവിൻ്റെ കരുത്തും നമ്മളിലേക്ക് നിറച്ചു തരും. അതുകൊണ്ടാണ് അമ്മ മാതാവ് ദൈവദൂതൻ്റെ ആ അരുളപ്പാടിന് മറുപടി കൊടുക്കുക, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് യേശുവിൻ്റെ അരികിൽ നിൽക്കുമ്പോൾ പറഞ്ഞ് പഠിക്കേണ്ടതും ജീവിതം തിരുത്തേണ്ടതുമായ രീതി അതാണ്. എൻ്റെ വാക്കല്ല, എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ തീരുമാനങ്ങളല്ല. എൻ്റെ അമ്മ മാതാവ് ദൈവദൂതനോട് അരുളി ചെയ്തതുപോലെ നിന്റെ വാക്ക്, എൻ്റെ കർത്താവേ, നിന്റെ വചനമെന്തോ, നിന്റെ തീരുമാനമെന്തോ, നീ ഇച്ഛിക്കുന്നതെന്തോ അതെൻ്റെ ജീവിതത്തിൽ നിറവേറുവാൻ വേണ്ടി എന്നെ നീ രൂപപ്പെടുത്തണമേ. ഞാൻ ബലഹീനനായ മനുഷ്യനാണ്. ഞാൻ എൻ്റെ കാര്യം നടക്കണമെന്ന് മാത്രം കരുതുന്നൊരു മനുഷ്യനാണ്. ഞാൻ എനിക്ക് വേണ്ടിയും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും മാത്രം ജീവിക്കുന്നൊരു മനുഷ്യനാണ്. ആ എൻ്റേതെന്ന് പറയുന്നതിൽ നിന്ന് നിന്റേതിലേക്ക് വളർത്തുവാൻ എൻ്റെ ഈശോയെ നീ എന്നെ സഹായിക്കണമേ. ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് വരേണ്ട ആദ്യത്തെ മാറ്റം ഇതാണ്. ആദ്യത്തെ മാറ്റം ദൈവത്തിൻ്റെ വചനം ജീവിതത്തിൻ്റെ ഭാഗമാകുവാൻ വേണ്ടിയുള്ള ഒരു സ്നേഹമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം ജീവിതത്തിൻ്റെ തീരുമാനമാകുവാൻ വേണ്ടിയുള്ള ഒരു സ്നേഹമാണ്. ദൈവത്തിൻ്റെ വാക്ക് നമ്മളിൽ നിറവേറുവാൻ വേണ്ടി നമ്മളെ തന്നെ എളിമപ്പെടുത്തുവാനുള്ള ഒരു സന്നദ്ധതയാണ്. അതാണ് മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത്. അമ്മ മാതാവ് തന്നെ എത്രത്തോളം എളിമപ്പെടുത്തിക്കൊണ്ട്, ദാസിയായി സ്വയം തന്നെ നൽകിക്കൊണ്ട്, അവസാന തുള്ളി രക്തവും തിരിക്കുമാരൻ ഇറ്റിറ്റ് വീഴുമ്പോഴും, കാൽവരിക്കുന്നിൽ സഹനത്തിന്റെ തീച്ചൂളയിൽ മകൻ കിടന്ന് പിടയുമ്പോഴും അല്പം പോലും മനസ്സിൽ ചഞ്ചലപ്പെടാതെ മകന്റെ രക്ഷണീയ കൃത്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടി തന്നെ സ്വയം സമർപ്പിച്ച ആ അമ്മയുടെ മക്കളാകുവാൻ എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഏതൊക്കെ കാറ്റ് വരട്ടെ, ഏതൊക്കെ കോളിളക്കങ്ങൾ ഉണ്ടാവട്ടെ, ആരൊക്കെ എന്നെ വിട്ടുപോകട്ടെ, എങ്കിലും നിന്റെ വാക്ക്, നിന്റെ ഹിതം മാത്രം നിറവേറ്റുവാൻ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ, ഈ ഒരുക്കത്തിന്റെ ദിനങ്ങളിൽ, അമ്മ മാതാവിന്റെ പ്രത്യക്ഷീകരണത്തെ നന്ദിയോടുകൂടി ഓർക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മൾ ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരണമേ. ഒന്ന്, ആർക്കൊക്കെ ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങളുണ്ടോ,
പരാജയങ്ങളുണ്ടോ, ഒറ്റപ്പെടലുകളുണ്ടോ, കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നുണ്ടോ, അവർക്കുള്ള ദൈവവിളിയുടെ പേരാണ് മരിയൻ ഉടമ്പടി. രണ്ടാമത്തത്, ഈ മരിയൻ ഉടമ്പടി ദൈവത്തിൻ്റെ വാക്ക് ജീവിതത്തിൽ നിറവേറ്റുന്നതിന് വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്ന അവസരമാണ്. നമ്മുടെ ബലഹീനമായ മനുഷ്യപ്രകൃതിയെ ദൈവത്തിൻ്റെ കൃപാവര പ്രകൃതി കൊണ്ട് നിറയ്ക്കപ്പെടുവാനും അതുവഴി ദൈവേഷ്ടത്തിന് പതിയെ പതിയെ നമ്മളെ വിട്ടുകൊടുത്ത് ആത്മീയ മനുഷ്യരാക്കി നമ്മളെ മാറ്റുവാൻ വേണ്ടിയുള്ളതാണ് ഈ ദൈവവിളി. അതുകൊണ്ട് ഓർക്കണമേ, നമ്മൾ ഉടമ്പടിയിലൂടെ പുതിയ മനുഷ്യരാവുന്നു. നമ്മൾ ഉടമ്പടിയിലൂടെ പുതിയ മനുഷ്യരാവുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:3 നാം വായിക്കുന്നുണ്ട്, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ദാവീദിനോട് എന്നതുപോലെ ഞാൻ നിങ്ങളോട് സ്ഥിരമായ സ്നേഹം കാട്ടും. നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:3 നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവിൻ. നിങ്ങൾ ലോകത്തിൻ്റെ വാക്കുകളാണോ കേൾക്കുന്നത്? മലിനമായ വാക്കുകളാണോ കേൾക്കുന്നത്? കുറ്റപ്പെടുത്തുന്ന വാക്കുകളാണോ കേൾക്കുന്നത്? നിങ്ങളെ തന്നെ ഇകഴ്ത്തുന്ന വാക്കുകളാണോ കേട്ടുകൊണ്ടിരിക്കുന്നത്? ആ സംസാരങ്ങൾ, ആ വാക്കുകൾ, അങ്ങനെയുള്ള സഹവാസങ്ങൾ, അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാവുക. നിങ്ങൾ എന്നിൽ നിന്ന് എൻ്റെ അരികിൽ വരുവിൻ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. കർത്താവിൻ്റെ വാക്ക് നമുക്ക് നൽകിയിരിക്കുന്ന ശ്രേഷ്ഠമായ ഇടത്തിൻ്റെ പേര്, ശ്രേഷ്ഠമായ നിധിയുടെ പേരാണ് വിശുദ്ധ ഗ്രന്ഥം. അതുകൊണ്ടാണ് മരിയൻ ഉടമ്പടിയിൽ നിരന്തരം നമ്മൾ പറയും, ദൈവസ്വരം കേൾക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനാപൂർവകമായി നാം ഓരോരുത്തരും വചനം വായിക്കണം. അത് വായിച്ച് തീർക്കുവാൻ വേണ്ടിയല്ല, എൻ്റെ ദൈവസ്വരം കേൾക്കുന്നതിന് വേണ്ടി, എൻ്റെ ജീവിത വിഷയത്തിന് ദൈവേഷ്ടം തിരിച്ചറിയുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനാപൂർവം വചനം കേൾക്കണം. നമ്മൾ ജീവിക്കേണ്ടതിന്, പാപത്തിൽ മരിച്ചവരാണെങ്കിൽ, നിങ്ങൾക്ക് രോഗം കൊണ്ട് തളർന്നവരാണെങ്കിൽ, നമ്മൾ കഷ്ടപ്പാടുകൾ കൊണ്ട്, പരാജയങ്ങൾ കൊണ്ട് തകർന്നിരിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ജീവിക്കേണ്ടതിന് എൻ്റെ വാക്ക് കേൾക്കുവിൻ. കർത്താവിൻ്റെ വചനത്തിൽ നിന്നെ സൗഖ്യപ്പെടുത്തുന്ന, നിന്നെ നേർവഴി നടത്തുന്ന, നിന്റെ ജീവിതത്തിന് പുതിയ ആകാശം തരുന്ന എല്ലാമുണ്ട്. ഒന്നിന് കുറവില്ലെന്ന പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ നമുക്ക് നൽകുന്ന സന്തോഷം അതാണ്. നമ്മളെ ഒരു പുതിയ മനുഷ്യരാക്കുന്നതിന് ഈശോ ആഗ്രഹിക്കുന്നു. നമ്മളെ ഒരു പുതിയ മനുഷ്യരാക്കുന്നതിന് ഈശോ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ നീയുമായി ശാശ്വതമായ ഒരു ഉടമ്പടി സ്ഥാപിക്കും. എന്തിൻ്റെ ഉടമ്പടി? എന്തുപോലത്തെ ഉടമ്പടി? അത് ദാവീദിനോട് ഞാൻ സ്നേഹിച്ചതുപോലെ, ദാവീദിനോട് ഞാൻ സംസാരിച്ചതുപോലെ ഞാൻ നിന്നോട് സംസാരിക്കും. അങ്ങനെ നമ്മൾ ആരൊക്കെയാണോ കർത്താവിൻ്റെ വചനം ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ അനുഗമിക്കുവാൻ, വചനം പ്രാർത്ഥനാപൂർവം വായിക്കുവാൻ സന്നദ്ധരാവുക. നാം കാണുന്നില്ലേ എത്ര പേരാ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ പറയുന്നേ, ഞങ്ങൾക്ക് സന്ദേശം കിട്ടി, ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ അക്ഷങ്ങളായി ഞങ്ങൾക്ക് സന്ദേശം കിട്ടി, വചനമായി ഞങ്ങൾക്ക് സന്ദേശം കിട്ടി. ചിലർ ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെയാണ് വേണ്ടത്. പരീക്ഷ എഴുതിയപ്പോൾ എൻ്റെ കരങ്ങളിലൂടെ, എൻ്റെ ചെവിയിൽ പറയുന്നത് കരങ്ങളിലൂടെ ഞാൻ എഴുതിക്കൊണ്ടിരുന്നു. അന്ന് വരെ വായിച്ചിട്ടില്ലാത്ത ചോദ്യത്തിൻ്റെ ഉത്തരം എൻ്റെ ചെവികളിൽ ആരോ മന്ത്രിച്ചു കൊണ്ടിരുന്നു. കാരണം കർത്താവിൻ്റെ വചനം അത് പഠിപ്പിക്കുന്നതാണ്, കർത്താവിൻ്റെ വചനം അത് സൗഖ്യപ്പെടുത്തുന്നതാണ്, കർത്താവിൻ്റെ വചനം ലോകശക്തികൾക്ക് മേൽ ശക്തിയുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ നീയുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ആ ഉടമ്പടി സ്ഥിരമായ സ്നേഹത്തിൻ്റെ ബന്ധമായിരിക്കും. അതുകൊണ്ട് എൻ്റെ വാക്ക് നീ കേൾക്കുവിൻ, നീ ജീവിക്കും, നീ അനുഗ്രഹിക്കപ്പെടുമെന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മരിയൻ ഉടമ്പടി ജീവിക്കുമ്പോൾ സന്തോഷത്തോടെ ഏർക്കണം. ഇത് വെറുതെ ഒരു ജീവിതക്രമമല്ല, ഒരു പ്രാർത്ഥനാ രീതിയല്ല, മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതിയിലേക്ക് അമ്മ മാതാവും ഈശോയും നമ്മളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. എലിസബത്ത് എന്ന് പറയുന്ന ഒരു മകൾ ഈ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം പങ്കുവെച്ചില്ലേ, നിങ്ങൾ കേട്ട് കാണുന്നത്. എന്താ എലിസബത്ത് പറയുന്നേ? എനിക്ക് കൃപാസനത്തിൽ വരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഞാൻ വിവാഹം കഴിഞ്ഞ് 16 വർഷമായി. എനിക്ക് 40 വയസ്സായി. എൻ്റെ ഭർത്താവിന് 45 വയസ്സായി.
ഞങ്ങൾക്ക് കുട്ടികളൊന്നുമില്ല. ആദ്യകാലത്ത് കുറേ ചികിത്സ ചെയ്തു, എല്ലാം പരാജയപ്പെട്ടു. ഇനി കുട്ടികളില്ലാതെ ജീവിക്കാമെന്ന് പോലും ഞങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി മേരിക്കുട്ടിയാണ് എന്നോട് പറയുന്നത്, നീ ഇത്രത്തോളം പരിശ്രമിച്ചില്ലേ, ഇത്രത്തോളം പണമൊക്കെ ചെലവാക്കിയില്ലേ, ഒരു പ്രയോജനവും ഉണ്ടായില്ലല്ലോ. ഒന്ന് കൃപാസനം വരെ എൻ്റെ കൂടെ വാ, വന്ന് അമ്മയുടെ അരികിലൊന്ന് ഉടമ്പടി എടുക്ക്. പ്രിയമുള്ളവരെ, ഇങ്ങനെ മരിയൻ ഉടമ്പടിയെടുത്ത ഓരോരുത്തരെയും ദൈവം അധരത്തിൽ സൗഖ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും വാക്ക് നിക്ഷേപിച്ചുകൊണ്ട് ലോകത്തിലേക്ക് അയക്കുകയാണ്. എലിസബത്ത് എന്ന സഹോദരി പറയുന്നുണ്ട്, എനിക്ക് താല്പര്യം തോന്നിയില്ല, ഇവിടെ എൻ്റെ ഇടവകപ്പള്ളി മാതാവിൻ്റെതല്ലേ, ഇത്രയും വലിയ മാതാവിൻ്റെ പള്ളികളിൽ ഞാൻ പോയിരിക്കുന്നു, എന്തിനാ കൃപാസനത്തിൽ പോകുന്നേ? ഞാൻ നിരന്തരം ഇത് ഇങ്ങനെ മറുതലിച്ച് നിന്നു. ഇവളെപ്പോഴൊക്കെ പറഞ്ഞാലും ഞാനിത് തട്ടിത്തെറിപ്പിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ എൻ്റെ ഭർത്താവ് പറഞ്ഞു, വേറൊന്നും ചോദിച്ചില്ലല്ലോ, അവിടം വരെ ഒന്ന് പോകാനല്ലേ പറഞ്ഞുള്ളൂ. ഓർക്കണമേ, വിശുദ്ധ ഗ്രന്ഥത്തിൽ സമാനമായ ഒരു മനുഷ്യരില്ലേ, നാമാൻ പ്രവാചകന്റെ അടുക്കൽ ചെന്ന് വലിയ കാര്യത്തോടെ തൻ്റെ കുഷ്ഠരോഗം മാറുവാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. കുറേ നേർച്ചകാഴ്ചയുമായിട്ടാണ് പോകുന്നത്. ചെന്നിട്ട് പ്രവാചകനോട് പറയുന്നുണ്ട്, എനിക്ക് ഈ കുഷ്ഠം ബാധിച്ച് ഞാൻ എൻ്റെ ശരീരം മുഴുവനും വികൃതമായി പോയി, ഇത് ഒന്ന് സൗഖ്യപ്പെടുത്തുവാൻ നീ ഒരു അത്ഭുത പ്രവൃത്തി ചെയ്തു തരണമെന്ന്. നാമാനോട് എന്താ പറയുന്നേ? നീ പോയി ആ സിലഹ കുളത്തിൽ ഒന്ന് 7 തവണ മുങ്ങി നിവരുക, ഇത്രേ പറയുന്നുള്ളൂ. നാമാന് വളരെ ദേഷ്യപ്പെട്ട് പറയുന്നില്ലേ, എൻ്റെ നാട്ടിൽ തോടില്ലാനിട്ടാണോ, നദീതടമില്ലാനിട്ടാണോ ഇങ്ങോട്ടോടി വന്നേ? നീ എന്താ ഈ പറയുന്നേ? അത് കലഹിച്ചുകൊണ്ടാണ് നാമാൻ തിരികെ പോകുന്നത്. സഹായിയാണ്, ഭൃത്യനാണ് കൂടെ ചെന്ന് പറയുന്നത്, വലിയ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ, അതിലൊന്ന് മുങ്ങി നിവരാനല്ലേ പറഞ്ഞുള്ളൂ, അത് നമുക്ക് പാടുള്ള കാര്യമാണോ, ഒന്ന് ചെയ്തുകൂടെ? അതാണ് ഇവിടെ എലിസബത്തിൻ്റെ അടിയിൽ ഭർത്താവ് പറഞ്ഞത്, കൃപാസനം വരെ ഒന്ന് ചെല്ലാനല്ലേ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ലല്ലോ, നിനക്കൊന്ന് പോയാൽ എന്താ? അങ്ങനെയാണ് ഈ 40 വയസ്സുള്ള എലിസബത്ത് കൃപാസനത്തിൽ വരുന്നത്. വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഉടമ്പടി എടുത്തു, എൻ്റെ ജീവിത പങ്കാളിയോടൊപ്പം വന്നു, ഞങ്ങൾ ഉടമ്പടി എടുത്തു. അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾക്ക് 16 വർഷമായി വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാത്തത്, ഒരിക്കലും ഇനി കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്തത്, ആ അസാധ്യമായ നിയോഗത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തു. അമ്മ മാതാവേ, അമ്മയിൽ ശരണപ്പെടുന്നു. ഉടമ്പടി ജീവിതത്തിൻ്റെ ആദ്യത്തെ ഒരു തലം അതാണ്. പൂർണ്ണമായും അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ വിശ്വസിച്ചുകൊണ്ട് അമ്മയിലേക്ക് നമ്മുടെ ജീവിതത്തെ ശരണപ്പെട്ട് സമർപ്പിക്കണം. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ആകട്ടെ എന്നല്ല, ഞാൻ അമ്മയുടെ കാൽക്കൽ എൻ്റെ ജീവിതത്തെ, എൻ്റെ എല്ലാ കഴിവുകളെയും, എൻ്റെ എല്ലാ സാധ്യതകളെയും ഞാൻ സമർപ്പിക്കുന്നു. സങ്കടം മാത്രമേ ജീവിതത്തിലുള്ളൂവെങ്കിലും എൻ്റെ അമ്മ മാതാവിൻ്റെ അരികിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച് ഞാൻ അമ്മയിൽ ശരണപ്പെടുന്നു. അതാ എലിസബത്ത് ചെയ്തേ. 2 പേരും കൂടി വന്നു, ഉടമ്പടി എടുത്തു. അമ്മയുടെ കരങ്ങളിലേക്ക് അവരുടെ ജീവിത അവസ്ഥകളെ, അസാധ്യമായി കുഞ്ഞിനുള്ള എല്ലാ കാര്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണമേ. ഈ അൾത്താരയിൽ ആ കുടുംബം നിൽപ്പുണ്ടായിരുന്നു. അവരെങ്ങനെയാണ് നിൽക്കുന്നത്? ഓമനത്തമുള്ളൊരു കുഞ്ഞ്, ഒരു ആരോഗ്യ പ്രശ്നമില്ലാത്തൊരു കുഞ്ഞിനെ ആ ചേച്ചി കരങ്ങളിൽ പിടിച്ചുകൊണ്ട് പറയുന്നു, ഇത് മരുന്നില്ലാതെ, ഡോക്ടർമാരെ കാണാതെ അമ്മയുടെ ഉടമ്പടി എടുത്ത്, ഉടമ്പടി തൈലം എൻ്റെ ഉദരത്തിൽ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മ ഈശോയിൽ നിന്ന് നേടിത്തന്ന കുഞ്ഞ് മാത്രമാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യന് അസാധ്യമായത്, മരുന്നിന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് നിരന്തരം ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിലൂടെ വലിയ ദൈവകൃപകൾ നമ്മുടെ നാടിന്, ലോകം മുഴുവനും നൽകുന്നതിന് നന്ദി പറയുന്നതാണ് ഈ ദിവസങ്ങളിൽ. നമ്മുടെ ജീവിതങ്ങളിൽ ഒന്ന് പരിശോധിക്കണം. എൻ്റെ കർത്താവിൻ്റെ സ്നേഹം എത്രത്തോളം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാനാവുന്നു. ഉടമ്പടി ജീവിതത്തിൻ്റെ ആദ്യത്തെ ഘടകം അത് അനുതാപമാണ്. അത് നിഷ്കപടമായ അനുതാപം, യാതൊരു റിസർവേഷനും ഇല്ലാത്ത അനുതാപം, ഒളിച്ചു വയ്ക്കാത്ത അനുതാപം. അത് ഉടമ്പടി ജീവിതത്തിൻ്റെ ആദ്യത്തെ ഘടകമാണ്. നമുക്കറിയാമല്ലോ, ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 9-ാം തിരുവചനം നമ്മൾ കാണുന്നുണ്ടല്ലോ. എന്താണ്?
സക്കേവൂസ് തൻ്റെ ഭവനത്തിലെത്തുന്ന ഈശോയെ നിർത്തിക്കൊണ്ട് പറയുന്നു, എൻ്റെ സമ്പത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തുവെങ്കിൽ 4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നു. ഇതൊരു അനുതാപമാണ്. കാരണം നാളിതുവരെ ജീവിച്ചതെന്തെന്ന് സക്കേവൂസിനറിയാം. പിഴിഞ്ഞു മാത്രം എല്ലാവരുടെയും മുമ്പിൽ തന്നെ നോക്കുമ്പോൾ തന്നെ ഇയാൾ വരുന്നത് കഴുത്തിൽ ബ്ലേഡ് വെക്കാനാണെന്ന് കരുതിക്കൊണ്ട് ചുങ്കക്കാരനായ സക്കേവൂസ് ശരിയല്ലാത്ത വിധത്തിൽ ശേഖരിച്ചത് മുഴുവനും വിട്ടുകൊടുത്തുകൊണ്ട് തൻ്റെ ജീവിതത്തെ കർത്താവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. ലൂക്കാ 19-ാം അധ്യായം 7-8 തിരുവചനങ്ങളിൽ പറയുന്നുണ്ട്, എൻ്റെ സമ്പത്തിൻ്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തുവെങ്കിൽ ഞാൻ 4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നു. കാരണം അനുതാപത്തിന് എപ്പോഴും ഒരു അളവുകോല് പോലും കാണത്തില്ല. അനുതാപം ഇല്ലാത്തവർക്ക് എല്ലാത്തിനും ന്യായീകരണം കാണും. കൊടുക്കാൻ ന്യായീകരണം കാണും, ക്ഷമ ചോദിക്കാൻ ന്യായീകരണം കാണും, എന്തെങ്കിലും ക്ഷമ ചോദിച്ചാൽ പറയാൻ പോലും ന്യായീകരണം കാണും. നമ്മോട് ഇങ്ങനെ പെരുമാറിയത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ പെരുമാറിയത് എന്നൊക്കെ പറഞ്ഞ് നിരന്തരം ഇങ്ങനെ തട്ടാമിട്ട് നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് സക്കേവൂസ് പറയും, എനിക്കൊരു ന്യായീകരണവുമില്ല. കാരണം ഞാൻ നിൽക്കുന്നത് എന്നെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നവന്റെ മുൻപിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിൽക്കുന്നത് എന്നെ ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുന്നവന്റെ മുൻപിലാണ്. ഞാൻ അവനോട് എന്താ പറയണ്ടേ? എൻ്റെ ഇന്നലെ എന്തെന്ന് അവനറിയാം, ഞാൻ ഇപ്പോഴാരെന്ന് അവനറിയാം, ഞാൻ നാളെ എങ്ങനെ ആയിരിക്കുമെന്ന് അവനറിയാം. അതുകൊണ്ട് അവനോട് എനിക്കൊരു ന്യായവാദമില്ല, എല്ലാം ഞാൻ കൊടുക്കുകയാണ്. ആ മാനസാന്തരത്തിനാണ്, ആ അനുതാപത്തിനാണ് ഈശോ പറയുന്നത്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ലൂക്കാ 19:9. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, അനുതാപം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന വ്യക്തികളാക്കി മാറ്റും. ശരിയായ അനുതാപമാണോ അനുതാപത്തിൻ്റെ ഫ്രൂട്ട്, അത് അനുഗ്രഹിക്കുന്ന വ്യക്തിയായി നാം മാറും. നമ്മൾ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ അനേകരെ അനുഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിതം മാറ്റിക്കൊണ്ടിരിക്കും. ഉള്ളത് പങ്കുവയ്ക്കുവാൻ, നമ്മൾ സ്നേഹത്തോടു കൂടി പെരുമാറുവാൻ, ആരോടും വിദ്വേഷമില്ലാതെ ജീവിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നാം എപ്പോഴും കരുതണമേ, കർത്താവിൻ്റെ അരികിലേക്ക് നോക്കുമ്പോൾ ഉടമ്പടി ജീവിതത്തിൽ പരിശോധിക്കേണ്ടത് എൻ്റെ അനുതാപം എങ്ങനെയുണ്ട്. അവിടെ കബളിപ്പിക്കലുകൾ ഏറെയുണ്ടോ? കൗശലങ്ങളുണ്ടോ? ഒരു ക്ഷമയുള്ള ജീവിതമില്ലാതെയാണോ? ദൈവത്തോടും സഹോദരനോടും പ്രകൃതിയോട് തന്നെയും എന്നോട് തന്നെയും ഒരു അനുരഞ്ജനത്തിൻ്റെ ജീവിതമില്ലാതെയാണോ ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? ഫലമണിയുവാൻ താമസിക്കും, ചിലപ്പോൾ ഫലമണിയാതെ ഇരിക്കും. കാരണം അനുതാപമാണ് അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ചേർന്ന് പാടാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അനുതാപം നമ്മളെ ക്രിസ്തുവിലേക്ക് നമ്മളെ ബലപ്പെടുത്തും. അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ നമ്മളെ കാരണക്കാരാക്കും. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 4:29 നാം സുന്ദരമായൊരു വചനം കാണുന്നുണ്ട്. എന്നെക്കുറിച്ച് എന്നോട് പറയുന്ന മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ. എന്നെക്കുറിച്ച് എന്നോട് പറഞ്ഞ മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ. സമരിയാക്കാരിയുടെ പട്ടണത്തിലേക്ക് ചെന്നുള്ള വാക്കുകളാണിത്. അവൾ പാപിനിയാണെന്ന് പട്ടണം മുഴുവനും അറിയാം. അവളെ രാത്രിയുടെ യാമങ്ങളിലും നട്ടുച്ച നേരത്തും ആരുമില്ലാത്തപ്പോൾ ഒറ്റയ്ക്ക് നടക്കുന്നവളാണെന്ന് എല്ലാവർക്കും അറിയാം.
അവൾ ആ കിണറ്റിൻകരയിൽ കർത്താവിനോടൊപ്പം സംസാരിച്ചു തുടങ്ങി. അവളോട് ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ച് അവളുടെ അകക്കാമ്പ് മുഴുവനും മനസ്സിലാക്കി ജീവജലത്തിൻ്റെ വചനങ്ങൾ കർത്താവ് അവൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവർ കുടമുപേക്ഷിച്ചുകൊണ്ട് പട്ടണത്തിലേക്ക് പോയി ജനത്തോട് പറയുന്നു, എന്നെക്കുറിച്ച് എന്നോട് വന്ന മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ. പ്രിയമുള്ളവരെ, അനുതാപം പ്രേഷിത തീഷ്ണതയുള്ള വ്യക്തികളായി നമ്മളെ ഓരോരുത്തരെയും മാറ്റിക്കൊണ്ടിരിക്കും. അനുതാപം പ്രേഷിത തീഷ്ണതയുള്ള വ്യക്തികളായി നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കും. പഴയ ബന്ധങ്ങൾ, പഴയ ജീവിതങ്ങൾ, പഴയ ജീവിതത്തിൻ്റെ പെരുമാറ്റങ്ങൾ അതൊക്കെ പൂർണ്ണമായി ഉപേക്ഷിക്കുവാൻ ശരിയായ അനുതാപം നമ്മളെ പ്രത്യേകമാവധം ശാക്തീകരിക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും പറയാറില്ലേ, നമ്മൾ എങ്ങനെയാണ് പുതിയ കാലത്തിൽ കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുന്നത്? പുതിയ കാലത്തിൽ മത്തായി 16:26 നാം കാണുന്നുണ്ടല്ലോ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ആത്മാവ് നഷ്ടപ്പെടുന്നത് അനുതാപമില്ലാതാകുമ്പോഴാണ്. അനുതാപമില്ലാതാകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് ജീവിതത്തിന് നൽകേണ്ട നന്മകൾ പോലും നൽകുവാനാവാത്ത വിധം നമ്മൾ വാതിലുകളൊക്കെ കൊട്ടിയടച്ചവരായി പോകും. അതുകൊണ്ട് നമ്മുടെ ഹൃദയ കവാടത്തിൽ ഓരോ നിമിഷവും ഈശോ മുട്ടിച്ചോദിക്കുന്നുണ്ട്, നീ ലോകം മുഴുവൻ നേടിയാലും, നീ ജോലി നേടിയാലും, നീ കുടുംബം വലുതാക്കിയാലും, സമൃദ്ധിയുടെ കാലത്തിൽ നീ ജീവിച്ചാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഓർക്കണം, നമുക്കറിയാം, ഓരോ ഇടത്തേക്ക് നമ്മളൊക്കെ പോകുമ്പോൾ അതതിൻ്റെ രീതിയിലല്ലേ പോകാൻ പറ്റൂ. ഉടമ്പടി ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താ? അത് നിത്യതയാണെന്ന് ജോസഫ് അച്ഛൻ നമ്മളോട് നിരന്തരം പറയും. നിത്യത മാത്രമാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. അതുകൊണ്ട് ആ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് നമുക്ക് നമ്മുടേതായ ഒരു ജീവിതക്രമം ഉണ്ടാവണം. നമ്മൾ കാണാറില്ലേ, ഒരു വർക്ക്ഷോപ്പിൽ ചെന്നാൽ ആകെ കരിവുരണ്ട വസ്ത്രവുമായി മെക്കാനിക് അവിടെ പണി ചെയ്യുന്നത്. ഒരു പെയിൻറ്ററെ കണ്ടാൽ, വീട് പെയിൻറ്റ് ചെയ്യുന്ന മനുഷ്യരെ കണ്ടാൽ ശരീരം മുഴുവൻ പെയിൻ്റായിട്ട്, വസ്ത്രം മുഴുവൻ പെയിൻ്റായിട്ട് അവനവിടെ പെയിൻ്റ് അടിക്കുന്നത് കാണാൻ പറ്റും. നമുക്കതിലൊന്നും ഒരു അരോചകത്വം തോന്നില്ല. അവൻ്റെ തൊഴിലിടത്തിൽ അത് ചേർന്ന വിധത്തിൽ അവൻ ജീവിക്കുന്നുണ്ട്. ഈ വസ്ത്രം ഇട്ടുകൊണ്ട് കല്യാണത്തിന് പോയാൽ എന്ത് തോന്നും? ഈ വസ്ത്രം ഇട്ടുകൊണ്ട് കല്യാണത്തിന് പോയാൽ അവിടെ എന്തോ ഒരു അപാകത തോന്നും. കാരണം ഇവൻ്റെ സെൻസ് പോയോ? ഇവൻ ആരാണെന്ന് ഇവൻ അറിയുന്നില്ലേ? ഇവൻ്റെ ഇത്ര മുഷിഞ്ഞ വസ്ത്രവും കറപറ്റിയ വസ്ത്രവുമാണോ ഈ സുന്ദരമായ വിവാഹ വിരുന്നിൽ എല്ലാവരും നല്ല വസ്ത്രം അണിഞ്ഞു വരുമ്പോൾ ഇട്ടുകൊണ്ട് വരേണ്ടത്? നമുക്ക് തോന്നാറില്ലേ? ഇതുപോലെ തന്നെ സ്വർഗത്തിലേക്കൊരു പ്രവേശനം, നിത്യതയിലേക്കുള്ളൊരു ജീവിതത്തിന് ഒരു വിശുദ്ധിയുടെ വസ്ത്രം വേണം. ഒരു അനുതാപം നമുക്ക് പ്രസാദപരം നിറയ്ക്കുന്നു. ഈ പ്രസാദപരം നമ്മുടെ ഹൃദയത്തെയും ജീവിതത്തെയും ദൈവാത്മാവിനാൽ നിറയ്ക്കുന്നു. വിശുദ്ധിയോടുകൂടി, വെണ്മയോടുകൂടി, ദൈവം നിറഞ്ഞ ജീവിതത്തോടുകൂടി മുന്നേറുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ 1-ാം ദിവസം നമ്മൾ അമ്മ മാതാവിനോട് നന്ദി പറയുമ്പോൾ ഓർക്കണമേ, നാം എല്ലാവരും മരിയൻ ഉടമ്പടി എന്ന ദൈവവിളിയിൽ ജീവിക്കുന്നവരാണ്. ഈ ദൈവവിളിയുടെ അടിസ്ഥാനം, നമുക്ക് ദുഃഖമുണ്ട്, നമുക്ക് ദുരിതമുണ്ട്, നമുക്കില്ലായ്മകളുണ്ട്, നമുക്ക് പരാജയങ്ങളുണ്ട്. ഈ ദുഃഖ ദുരിതങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമുക്കത് നിവർത്തിച്ചു തരുവാൻ കഴിവുള്ള കർത്താവിനെ തേടിയാണ് മരിയൻ ഉടമ്പടിയിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിക്കുന്നത്. അമ്മ മാതാവ് കാനായിലെ വിവാഹ വിരുന്നിൽ 2:5 നാം വായിക്കുന്നത് പോലെ അവർക്ക് വീഞ്ഞില്ല മകനെ എന്ന് പറയുമ്പോൾ ഇല്ലാത്തതൊക്കെയും മകൻ ഏറ്റെടുത്തുകൊണ്ട് ആശീർവദിച്ച് അനുഗ്രഹിച്ച് ആ ജീവിതങ്ങളെ സുരക്ഷിതമാക്കുന്നത് കണ്ണീരൊപ്പുന്നത് കൊണ്ടാണ് നമ്മൾ അമ്മയുടെ അരികിൽ ഉടമ്പടിയെടുത്ത് മകനിലേക്കുള്ള യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തത് നാം ഓർക്കണം, ഈ മരിയൻ ഉടമ്പടിയിലൂടെ നാം ഓരോരുത്തരും ദൈവസ്നേഹത്തിൻ്റെ ജീവികളായി മാറുന്നതിന്, ദൈവസ്നേഹത്തിൻ്റെ വ്യക്തികളായി മാറുന്നതിന് ഒരു അനുതാപം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അനുതാപം പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുന്നുണ്ട്, ആത്മാവിൻ്റെ ജീവിതത്തെ ജ്വലിപ്പിക്കുന്നുണ്ട്, ദൈവസ്നേഹത്തോടുകൂടി പെരുമാറാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ആരോടും പരാതികളില്ലാതെ, ആരെയും കുറ്റപ്പെടുത്താതെ, എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിന് മതിയായവൻ എന്ന സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടും,
അനേകരെ അനുഗ്രഹത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയും ചെയ്യും. ഈ ഒന്നാം ദിവസം നമുക്ക് ധ്യാനിക്കാം. എൻ്റെ അമ്മ മാതാവേ, അമ്മയുടെ ഉടമ്പടി ജീവിതത്തിലൂടെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും എളിയ ജീവിതങ്ങളെ സഹായിക്കണമേ. വാക്കുകളെ ശ്രദ്ധയോടെ ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആരെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ അധരത്തിൽ നിന്നും ഒഴിയാതിരിക്കുവാൻ ഞങ്ങളെ നീ എപ്പോഴും സഹായിക്കണമേ. തിരുക്കുമാരൻ എങ്ങനെയാണോ ഓരോരുത്തർക്കും ആശീർവാദം നൽകുന്നത്, അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി കൊടുക്കുന്നത്, ആ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയിലേക്ക് ഞങ്ങളെ നീ ചേർത്ത് നിർത്തണമേ. നമുക്കൊന്ന് കണ്ണുകളടക്കാം. നമ്മുടെ എല്ലാ ജീവിത വിഷയങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സന്തതിയോടുകൂടി മുട്ടുകുത്തിക്കൊണ്ട് നാം ആയിരിക്കുന്നിടങ്ങളിൽ നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിയോഗങ്ങളെ ഈശോയുടെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ വേണ്ടി നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ കൊടുത്ത് പ്രാർത്ഥിക്കാം. ഉടമ്പടിയിൽ നാം എഴുതി വച്ചിരിക്കുന്ന നിയോഗങ്ങളെ ഒരു നിമിഷം നമുക്ക് ഓർക്കാം. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് തീരുമാനിക്കാം. എൻ്റെ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എളിമയോടുകൂടി ജീവിതത്തെ ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. എല്ലാ ജീവിത വിഷയങ്ങളെയും കൊടുക്കട്ടെ. കടബാധ്യതകളെ കൊടുക്കട്ടെ, കുടുംബത്തിലെ കലഹങ്ങളെ കൊടുക്കട്ടെ, തൊഴിലിടങ്ങളെ കൊടുക്കട്ടെ, എഴുതുന്ന പരീക്ഷകളെ കൊടുക്കട്ടെ. ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഈ നാളുകളിൽ കിട്ടാനുള്ളത് അകാരണമായി വൈകുന്നുവെങ്കിൽ ആ വിഷയങ്ങളെ കൊടുക്കട്ടെ. ദമ്പതികൾക്കിടയിലുള്ള കലഹങ്ങളെയും പ്രശ്നങ്ങളെയും കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ച് മുടങ്ങിക്കൊണ്ടിരിക്കുന്ന, നടക്കാതെ വിഷമിക്കുന്ന മക്കളെ ഈശോയുടെ അരികിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. പഠിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധിയിലും ലക്ഷ്യബോധത്തിലും മക്കൾ ഓരോരുത്തരും പഠിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഓരോ ലോകത്തിൻ്റെ ഓരോ ഇടങ്ങളിലായിരിക്കുന്ന മക്കള് അവരായിരിക്കുന്ന ഇടങ്ങളിൽ വിശുദ്ധിയോടുകൂടി ജപിക്കുവാൻ, ഉത്തരവാദിത്വത്തോടുകൂടി ജപിക്കുവാൻ, കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് ജപിക്കുവാൻ, മക്കളായിരിക്കുന്ന ഇടങ്ങളിൽ അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വേദനിക്കുന്ന ഓരോരുത്തരെയും അത് കിട്ടാത്തത് മൂലം, റിജക്ഷൻ ആകുന്നത് മൂലം, വൈകുന്നത് മൂലം ക്ലേശിക്കുന്ന മക്കളെ, ഇൻ്റർവ്യൂ നടക്കാത്തത് മൂലം ക്ലേശിക്കുന്ന മക്കളെ ഓരോരുത്തരെയും ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. അമ്മ മാതാവേ, അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ സങ്കടങ്ങളെ, ഞങ്ങളുടെ ഇല്ലായ്മകളെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗദുരിതങ്ങളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിലനിന്നുകൊണ്ട് അമ്മയുടെ സംരക്ഷണം തേടി ഈശോയുടെ അനുഗ്രഹത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഓരോ നിയോഗത്തിൻ്റെ മേലും ഈശോയെ അവിടുന്ന് ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം ഈ സമൂഹത്തിൻ്റെ മേൽ, ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ അവിടുന്ന് വർദ്ധിപ്പിക്കണമേ. അവിടുന്ന് ഈ മക്കൾക്ക് നൽകി അവിടുന്ന് സഹായിക്കണമേ. കർത്താവേ, അവിടുത്തെ ശക്തി ഈ മക്കളിലേക്ക് അവിടുന്ന് പ്രവഹിപ്പിക്കണമേ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഈ മക്കളെ ഓരോരുത്തരെയും ആശീർവദിക്കണമേ. കണ്ണീരോടെ ഇവർ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിയോഗങ്ങളുടെ മേൽ കർത്താവേ അവിടുന്ന് കരുണയാകണമേ. അവിടുത്തെ കൃപയാൽ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന്റെ കൃപയാൽ നാളിതുവരെ ഈ ആലയത്തിൽ അർപ്പിച്ച വിശുദ്ധ കുർബാനകളുടെ യോഗ്യതകളാൽ, ജോസഫിന്റെ ആത്മീയ ജീവിതത്തിന്റെ ബലത്തിനാൽ കർത്താവേ അവിടുത്തെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ നിയോഗത്തിനുമേയും അവിടുന്ന് ആശീർവദിക്കണമേ. ഉച്ചമുതലുള്ളങ്കാലി വരെ അവിടുത്തെ തിരുരക്തം ഓരോ ജീവകോശത്തിലേക്കും പടർന്നിറങ്ങി ഈ നിമിഷങ്ങളിൽ രോഗക്ലേശങ്ങളിലായിരിക്കുന്നവർ, ആശുപത്രികളിലായിരിക്കുന്നവർ, ഓപ്പറേഷന് വിധേയപ്പെടുന്നവർ, ആ മക്കളെ ഓരോരുത്തരെയും സൗഖ്യം നൽകി മരുന്നോ വൈദ്യമോ അല്ല, യേശുവേ അവിടുത്തെ ശക്തി ആണിപ്പഴുതാർന്ന അവിടുത്തെ വലതുകരത്തിന്റെ സ്പർശനത്താൽ, അവിടുത്തെ ജീവരക്തത്തിന്റെ ശക്തിയാൽ ആ മക്കളെ സൗഖ്യം നൽകി വിളിച്ചു പ്രാർത്ഥിക്കുന്ന മക്കളുടെ കണ്ണീരൊപ്പി അവിടുന്ന് സാധാരണ ജീവിതത്തിലേക്ക് നയിക്കണമേ. ഈശോയെ, അവിടുന്ന് കരുണയാൽ ഓരോരുത്തരെയും കാണണമേ. കണ്ണീരോടുകൂടി ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ എല്ലാ കണ്ണീരും തുടയ്ക്കണമേ. എല്ലാ പരാജയങ്ങളും അകറ്റണമേ. എല്ലാ സങ്കടങ്ങളുമേലും തീരുമാനം നൽകണമേ. വസ്തു സംബന്ധമായ വിഷയങ്ങൾ, കോടതി വ്യവഹാരങ്ങൾ ഏറ്റെടുത്ത് തീരുമാനം നൽകി ഈശോ അനുഗ്രഹിക്കണമേ. കർത്താവേ, തിന്മയുടെ സ്വാധീന ശക്തികൾ, ലഹരി വസ്തുക്കൾ, മദ്യപാനം എന്നിവയിൽ നിന്ന് മക്കളെ എല്ലാവരെയും വിട്ടുവിക്കണമേ. കർത്താവേ, കുടുംബത്തിന്റെ 4 അതിരുകൾ സഞ്ചരിക്കുന്ന എല്ലാ വഴികളിലും അവിടുത്തെ ദൂതരുടെ സംരക്ഷണം നൽകി, അമ്മ മാതാവിന്റെ സംരക്ഷണം നൽകി, അമ്മയുടെ അങ്കിയിൽ പൊതിഞ്ഞ മക്കളെ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിമോചിപ്പിച്ച് ഈശോയെ അവിടുന്ന് സംരക്ഷിക്കണമേ, സഹായിക്കണമേ. കടബാധ്യതകളെ മാറ്റി അനുഗ്രഹിക്കണമേ. തൊഴിലിടങ്ങളെ സംരക്ഷിക്കണമേ. തൊഴിലിന്റെ അന്വേഷണത്തെ ഫലമണിയിക്കണമേ. ഓരോ നിയോഗത്തെയും ഈശോയെ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ.
ആരാധന കർത്താവേ, മഹത്വം കർത്താവേ. അമ്മ മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിലൂടെ അവിടുത്തെ വചനം അറിയുവാൻ, അവിടുത്തെ സ്നേഹം അനുഭവിക്കുവാൻ, അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുവാൻ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും അവിടുത്തെ സാന്നിധ്യത്തെ കൊണ്ടുവരുവാൻ ഞങ്ങളെ സഹായിച്ചതിന് നന്ദി കർത്താവേ. ഈശോയെ, സമയച്ചുരുക്കത്തിന്റെ അമ്മ, സഞ്ചാരി മാതാവ്, അസാധ്യ കാര്യങ്ങളൊക്കെയും അവിടുത്തെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു തരുമ്പോൾ അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. ഈശോയെ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും, അവിടുത്തെ തേടി വരുന്ന ഓരോ മക്കളെയും, നാളിതുവരെ ഉടമ്പടിയെടുത്ത എല്ലാ മക്കളെയും, കൃപാസനത്തിന്റെ എല്ലാ മിഷൻ ദൗത്യങ്ങളെയും ഏറ്റെടുത്ത് വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ അവിടുന്ന് ആശീർവദിക്കണമേ, അവിടുന്ന് ആശീർവദിക്കണമേ കർത്താവേ. കണ്ണീരൊപ്പിക്കൊണ്ട്, ഹൃദയങ്ങൾ ശുദ്ധമാക്കിക്കൊണ്ട്, ജീവിതത്തെ ഏറ്റെടുത്തുകൊണ്ട് അവിടുന്ന് സൗഖ്യം, സമാധാനം നൽകി ഓരോ കുടുംബത്തെയും കാക്കണമേ. ഹല്ലേലൂയ. യേശുവേ, സ്തുതി കർത്താവേ. ആരാധന മഹത്വം, ആരാധന മഹത്വം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ എല്ലാ ജീവിത വിഷയങ്ങളും സങ്കടങ്ങളും ഈശോയ്ക്ക് കൊടുക്കാം. പരിശുദ്ധമ്മ നമ്മളെ നിരന്തരം സംരക്ഷിച്ച് എല്ലാ ജീവിത ക്ലേശങ്ങളെയും മാറ്റിത്തന്ന, ഈശോയോട് ചേർത്ത് നിർത്തി ഈ മഹനീയമായ ഈ പുതിയ കൃപാവര പദ്ധതിയിൽ നിലനിൽക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് അമ്മയോട് ചേർന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേയ്ക്കാരാധന.
ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഉഷകാല താരകമേ, വാഗ്ദാന പേടകമേ, കൃപാവര മാതീനിത്യം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഉഷകാല താരകമേ,